സമനസ്ക സദാ ശുദ്ധി നസതദ്പദമാപ്നോതി സംസാരം ച അധിഗച്ഛതി. ജനിക്കുക മരിക്കുക, ജനിക്കുക ജീർണിക്കുക മരിക്കുക, ഇതാണ് സംസാരം. അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വന്നു ചേരും. നേരെ മറിച്ച് യസ്തു വിജ്ഞാനവാൻ ഭവതി, ആരാണോ സത്യമറിയുന്നു, സമനസ്ക, അവൻ്റെ മനസ്സിനെ അവന് നിയന്ത്രിക്കാൻ കഴിയും. എപ്പോഴും എന്താ നിയന്ത്രിക്കൽ? നോക്കുന്നിടത്തൊക്കെ ഭഗവാനെ കാണണം. കേട്ടോ മനസ്സേ, എത്ര മനോയാതി. ഇതാണ് ശരിയായ നിയന്ത്രിക്കൽ. വെറുതെ മനസ്സിനെ ഒരിടത്തിരുന്ന് ബലാൽ പിടിച്ചടക്കിയാലൊന്നും മനസ്സ് അടങ്ങില്ല. അർജുനൻ തന്നെ പറയുന്നില്ലേ, പ്രമാധി ബലവത് ചഞ്ചലം ഹി മനകൃഷ്ണ. പ്രമാധി ബലവത്, ആവശ്യമില്ലാതെ കയറി വന്ന് മഥിക്കുകയാണ്. നമുക്ക് വേണ്ട എങ്കിലും അവൻ കയറി വന്ന് നമ്മൾ മഥിക്കുന്നു. പക്ഷെ അവനോട് ഈ ഒറ്റമൂലി പ്രയോഗിക്കുകയാളോ മനസ്സ്, ഇയാൾ ഉൾപ്പെടെ ഇയാൾ കാണുന്നതൊക്കെ ഈശ്വരൻ, ഈശാവാസ്യമിതം സർവം, ഒക്കെ ബ്രഹ്മം, അണുപോലും മറ്റൊന്നുമില്ല എന്നാ മനസ്സിനെ രാപകൽ പറഞ്ഞ് പഠിപ്പിക്കുക. ശാസ്ത്ര സത്യം, ആ സത്യം വിട്ടിട്ട് പിന്നെ എന്ത് പഠിപ്പിക്കാൻ, എന്ത് ബലാൽ നിയന്ത്രിക്കാൻ? ഒന്നും എളുപ്പമല്ല. അപ്പോൾ സമനസ്ക നസതത്വമാപ്നോതി യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക. അവൻ്റെ മനസ്സ് പിടിയിലാണ്. കാരണം ഈശ്വര ബുദ്ധി ഉറപ്പിച്ചിട്ടുണ്ട്. സത് തത്പദമാപ്നോതി, അവൻ ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. യസ്മാത് ഭൂയോ ന ജായത്തെ, അവൻ പിന്നെ ജനിക്കേണ്ടി വരുന്നില്ല. എന്താ അങ്ങനെ പോവാമെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരും. എന്താ ലക്ഷ്യം? പരമാത്മസത്യം, ബ്രഹ്മസാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം. ബ്രഹ്മം ജനിക്കുന്നില്ല, ജീർണിക്കുന്നില്ല, മരിക്കുന്നില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ. ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അവിടെ എത്തും. ഒന്നുകൂടെ യമൻ പറയുന്നു, നചികേതസേ വിജ്ഞാനസാരഥിയത്തു മനഃപ്രഗ്രഹവാൻ നരഹ. മനുഷ്യൻ ആദ്യം അവൻ്റെ ബുദ്ധിയെ വിജ്ഞാനം പഠിപ്പിക്കൂ. സത്യം ഒന്നേ ഉള്ളൂ. പലത് കാണുന്നത് കള്ളം, വെറും കള്ളം. ഇത് മനസ്സിനെ പഠിപ്പിക്കുന്നതാണ് വിജ്ഞാനം. വിജ്ഞാനസാരഥിയത്വം. അങ്ങനെയുള്ള ബുദ്ധി ആർക്കുണ്ടോ, വിജ്ഞാനം നേടിയ ബുദ്ധി, വിജ്ഞാനസാരഥിയസ്തു മനഃപ്രഗ്രഹവാൻ നരഹ. മനസ്സാകുന്ന കടിഞ്ഞാൻ അവൻ്റെ കയ്യിൽ നിൽക്കുന്നു. എവിടെ പോകണം? എപ്പോഴും എവിടെ നോക്കിയാലും എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സെ, നീ എവിടെ ചെന്ന് പറ്റിയാലും അത് നല്ലതോ ചീത്തയോ ധർമ്മമോ അധർമ്മമോ വികൃതമോ സുന്ദരമോ എന്തുമാവട്ടെ, അതിൽ ബ്രഹ്മത്തെ കണ്ടോളൂ. മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ബ്രഹ്മത്തെ കണ്ടോളൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിടില്ല. അങ്ങനെ മനസ്സിനെ ശാസിച്ച്, അങ്ങനെ യസ്തു വിജ്ഞാനവാൻ ഭവതി വിജ്ഞാനസാരഥിയസ്തു മനഃപ്രഗ്രഹവാൻ. ഈശ്വരബുദ്ധി ഉറപ്പുവന്ന മനസ്സാകുന്ന കടിഞ്ഞാണോട് കൂടിയവൻ സ തത്പദമാപ്നോ സോ അധ്വനപാരമാപ്നോതി. അവൻ മാർഗത്തിനപ്പുറം ലക്ഷ്യത്തിലെത്തുന്നു. ലക്ഷ്യം വേറെ, മാർഗം വേറെ. ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ മാർഗം ആവശ്യമില്ല. ഈ ലക്ഷ്യമാർഗങ്ങൾ വ്യക്തമായി തിരിയാത്തത് കൊണ്ടാണ് അത് നമുക്ക് ഭക്തി മതി. ഭക്തിയാണോ? ഗീതയിൽ ഭക്തിയോഗമാണോ, കർമ്മയോഗമാണോ, ആ യോഗമാണോ, ഈ യോഗമാണോ? ഗീതയിൽ 18 അധ്യായവും യോഗമാണല്ലോ. അർജുനൻ്റെ വിഷാദം മുതൽ യോഗമാണ്. അപ്പോൾ വിഷാദയോഗമാണോ ഗീതയിൽ പ്രധാനം? അതും പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ മാർഗങ്ങളാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വ്യവസായാത്മിക ബുദ്ധിരേഖ. ഗീത തീർത്ത് പറയുന്നില്ലേ, സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്ന്
മാത്രം. എന്താ? സർവം ബ്രഹ്മമയം. ഇത് ഉപനിഷത്താണ് ഗീത. ഉപനിഷത്തിൽ നിന്നും ഏറ്റെടുത്ത പാഠമാണ്. അത് മനസ്സിലാക്കാതെ ഈ ഉപനിഷത്തും കഠോപനിഷത്തും ഗീതയും തമ്മിൽ വളരെ വളരെ ബന്ധമുണ്ട്. അപ്പോൾ സോ അധ്വനപ്പാരമാപ്നോതി, അവൻ വഴിക്കക്കരെ മറുകര ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. വീട്ടിലെത്താനുള്ള മാർഗങ്ങളും ഉപായങ്ങളും രണ്ടാണ്. വീട് ലക്ഷ്യം, ഉപായങ്ങളും മാർഗങ്ങളും അതിനുള്ള മാർഗങ്ങൾ. എങ്ങനെ ലക്ഷ്യവും മാർഗവും എവിടെയെങ്കിലും ഒന്നാവുമോ? ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ പോയി ടാക്സി വീടാകുമോ? വീട്ടിൽ കയറിയാൽ പിന്നെ ടാക്സിയുടെ ആവശ്യമേ ഇല്ല. അതുപോലാണ് മാർഗങ്ങളും ഭക്തിയോഗവും കർമ്മയോഗവും ധ്യാനയോഗവും ജപയോഗവും വിഷാദയോഗം പോലും. അർജുനൻ്റെ വിഷാദം പോലും സത്യത്തിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് സോ അധ്വനപ്പാരം അപ്നോതി, ഏതാണ് ഈ അധ്വാവിൻ്റെ മാർഗത്തിനപ്പുറമുള്ള ലക്ഷ്യം? തദ് വിഷ്ണോ പരമം പദം, അതാണ് വിഷ്ണുവിൻ്റെ പരമപദം, ബ്രഹ്മപദം. അങ്ങനെയാണോ? അത് ഈ ബ്രഹ്മപദം ഏതിനെയൊക്കെ താണ്ടിയാണ് പോകുന്നത്? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ അർത്ഥേഭ്യശ്ച പരം മനഃ. ആ ക്രമം നോക്കുക. സത്യാന്വേഷണം എവിടെ തുടങ്ങുന്നു? ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്നതോടുകൂടിയാണ് ഈ സംസാരഗതി ആരംഭിക്കുന്നത്. കഠോപനിഷത്തിൻ്റെ ദർശനത്തിൻ്റെ, സത്യദർശനത്തിൻ്റെ സംഗ്രഹമാണ് ഇനി വരുന്ന 2 മന്ത്രങ്ങളും. ഇന്ദ്രിയേഭ്യം വ്യക്തമായിട്ട് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് അർത്ഥങ്ങൾ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ. ഇന്ദ്രിയങ്ങൾ അവ സ്വീകരിക്കുന്നു, അതോടുകൂടിയാണ് ജീവിതം ആരംഭിക്കുന്നത്. അർത്ഥേഭ്യശ്ച പരം മനഃ, ഈ അർത്ഥങ്ങളൊക്കെ കൂടിച്ചേരുന്നതാണ് മനസ്സ്. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളുടെ സംഘാതമാണ് മനസ്സ്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി, മനസ്സിനപ്പുറത്താണ് ബുദ്ധി. നിശ്ചയം, ലക്ഷ്യം നിശ്ചയിക്കുന്ന അന്ധഃകരണമാണ് ബുദ്ധി. ലക്ഷ്യം പ്രേയസ്സാണോ ശ്രേയസ്സാണോ ബുദ്ധി നിശ്ചയിക്കട്ടെ. പ്രേയസ്സാണെന്ന് നിശ്ചയിച്ചാൽ അവൻ അവിജ്ഞാനവാനാണ്. അവൻ്റെ കുതിരകൾ ദുഷ്ടാശ്വങ്ങളാവും. കുണ്ടും കുഴിയിലും വീണ് ജീവിതം നഷ്ടമാവും. എവിടെ വേണോ നോക്കിക്കൊള്ളുക. അതുകൊണ്ട് ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി, മനസ്സിനപ്പുറമാണ് ലക്ഷ്യം നിശ്ചയിക്കുന്ന ബുദ്ധി. ഇന്ന് നിശ്ചയിക്കുക ലക്ഷ്യം. എവിടെ നിന്നാലും വേണ്ടില്ല, അടുക്കളയിൽ നിന്നാലും വേണ്ടില്ല, പാടത്തോ ബിസിനസ് സ്ഥലത്തോ യുദ്ധക്കളത്തിലോ നിന്നാലും വേണ്ടില്ല. മനസ്സിൻ്റെ ലക്ഷ്യമെന്ത്? ആത്മസാക്ഷാത്കാരം, രക്ഷസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം. ഇതങ്ങോട്ട് നിശ്ചയിക്കുക. അവ മനസ്സസ്തു പരാ ബുദ്ധി. ഈ ബുദ്ധി ലക്ഷ്യം നിശ്ചയിക്കുമെങ്കിൽ ഈ ബുദ്ധിയുടെ തലത്തിൽ തന്നെ ആത്മാനുഭവം ഏറെക്കുറെ സാധ്യമാവും. ഉപനിഷത്ത് അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധിയ, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ആ സത്യത്തെ അനുഭവിക്കാൻ പറ്റും. കൃഷ്ണനും ഗീതയിലും പറയുന്നു, സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. ഏകാഗ്രപ്പെട്ട ബുദ്ധിക്ക്, ലക്ഷ്യനിശ്ചയത്തോടുകൂടി അന്തർമുഖമായി സത്യം മനസ്സിലാക്കി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക് ആ സത്യത്തെ വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. പക്ഷേ ഈ ബുദ്ധിക്കും അപ്പുറം 2 തലങ്ങളുണ്ട്. അതാണ് അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി. ബുദ്ധേരാത്മാമഹ, ആത്മാവ് സുഖമനുഭവിക്കുന്നു, അതാണ് ഉറക്കം. ഒരു ഇരുട്ടും ആത്മാവും മാത്രം, ബോധവും മാത്രം, അതാണ് ഗാഠനിദ്ര. സ്വപ്നം പോലുമില്ലാത്ത ഗാഠനിദ്ര. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവറിവ്,
അതു താനഥ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലതെല്ലാം. സുഖമായിട്ട് ഉറങ്ങി വെറും ഒരിരുട്ട്, പക്ഷെ ഉണരുമ്പോഴോ എല്ലാവരെയും വരെയാണ് ആ ഇരുട്ട്. ആ ഇരുട്ട് ഞാനായി മാറുന്നു, മനസ്സായി മാറുന്നു, ഇന്ദ്രിയങ്ങളായി മാറുന്നു, ശരീരമായി മാറുന്നു, പ്രപഞ്ചമായി മാറുന്നു. കരണമോട് ഇന്ദ്രിയ കർത്തൃകർമ്മം എല്ലാം വരുവത്ത് കാണുക അവരിരുട്ടിന്ന്. അതുപോലെ ഈ ശൂന്യാകാശത്തിൽ നിന്ന് അനന്തകോടി പ്രപഞ്ചം, നല്ല സ്പേസിൽ അനന്തകോടി ബ്രഹ്മാണ്ടം. ഈ ശൂന്യതയിൽ നിന്ന് എങ്ങനെ ബ്രഹ്മാണ്ടം ഉണ്ടായി? ശൂന്യത തന്നെ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തമായും ഞാനുണ്ട് എന്ന് അനുഭവിച്ച് സൂര്യതുല്യം വിളങ്ങുന്ന അഖണ്ഡ ബോധവസ്തുവിൽ എങ്ങനെയാണ് ഈ ശൂന്യതയുടെ പ്രകടത? മായ എന്നേ ഉത്തരവുള്ളൂ. ഉണ്ടാകാൻ സാധ്യമല്ല, യുക്തിയില്ല. ഈ സ്പേസ് ഇങ്ങനെ ഉണ്ടാകാൻ വാസ്തവത്തിൽ ഒരു യുക്തിയുമില്ല, വെറും മായ. എവിടെ തുടങ്ങുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. സ്പേസിനെ കുറിച്ച് ചിന്തിക്കാതെയാണ് സ്പേസ് ട്രാവൽ. സ്പേസ് ട്രാവലൊക്കെ ചെയ്യും, ഒരു എഴുതൂല ചൊവ്വായല്ലോ. അവിടെ ഇവിടെ എവിടെ വേണോ യാത്ര ചെയ്യുക. പക്ഷെ എന്താ സ്പേസ്? ഞാൻ പല സ്നേഹിതന്മാരോടും ചോദിച്ചു, സ്പേസ് സെൻറ്ററിലൊക്കെ. ആ ചോദിക്കുമ്പോഴാണ് എന്താ നിങ്ങൾ സ്പേസിൽ യാത്ര ചെയ്യാൻ പോകുന്നു, എന്താ ഈ സ്പേസ്, എവിടെ ഉണ്ടായി, ഇതെവിടെ നിലനിൽക്കുന്നു? സ്പേസ്, ആകാശം എവിടെ നിലനിൽക്കുന്നു? ചോദ്യം ചോദിക്കുക. ആകാശം എവിടെ? ആകാശത്തിലാണ് മറ്റനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. പക്ഷെ ഈ ആകാശം എവിടെ നിലനിൽക്കുന്നു? വ്യക്തമായും ബോധത്തിൽ നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ആകാശമുണ്ട് എന്ന തോന്നൽ അനുഭവിക്കുന്ന ബോധത്തിൽ. വേറെ എവിടെ ആകാശത്തിന് നിൽക്കാൻ കഴിയും? അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, ബോധം എവിടെ നിൽക്കുന്നു? അതാണ് സ്വയം ഉണ്ട് എന്ന അനുഭവത്തിൽ നിൽക്കുന്നു. അതെവിടെ എന്നുള്ളത് ചോദ്യമല്ല. ഉണ്ട്, ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ നിൽക്കുന്നു ബോധം. മറ്റൊന്നിനും ആ അനുഭവത്തിൽ നിൽക്കാൻ സാധ്യമല്ല. മറ്റെല്ലാം ഈ ബോധത്തിൻ്റെ വെളിച്ചത്തിൽ ഉള്ളതായിത്തീരുന്നു, ആകാശം ഉൾപ്പെടെ എല്ലാം. അപ്പോൾ അതാണ് അവ്യക്തം. മഹാനാത്മാ പ്രാണൻ അവ്യക്തം. അവ്യക്താത് പുരുഷപരഃ. അവ്യക്തത്തിനും അപ്പുറമാണ് ബോധം. അപ്പോൾ ബോധത്തിലാണ് അവ്യക്തം. ആ അവ്യക്തത്തിൽ നിന്നാണ് പ്രാണൻ. പിന്നെ പ്രാണനിൽ നിന്നാണ് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഒക്കെ രൂപം കൊള്ളുന്നത്. അവ്യക്തം മുതൽ ഇങ്ങോട്ട് ജഡങ്ങൾ, ജഡം, അവ്യക്തം കാരണജഡം. നമ്മുടെ ഉറക്കത്തിലുള്ള ആ ഇരുട്ട് നമ്മുടെ കാരണ ശരീരം. പ്രാണനും മനസ്സുമൊക്കെ സൂക്ഷ്മജഡം. ഈ മേശ പോലുള്ള മണ്ണങ്കട്ട ഒക്കെ സ്ഥൂല ജഡം, ജഡമാണ്. അവ്യക്തം മുതൽ ഇങ്ങോട്ടും ജഡം. അവ്യക്തപര്യന്തമിതം ഹ്യനാത്മാ. അവ്യക്തം വരെ ജഡമാണ്. പക്ഷെ ഈ ജഡം ബോധത്തിൽ ഉണ്ടായോ? ഉണ്ടാകാൻ പറ്റില്ല. ഇനി എത്ര കളഞ്ഞ് പരിശ്രമിച്ചാലും ബോധത്തിൽ ഇങ്ങനെ ഒരു അവ്യക്തമോ ജഡമോ ഉണ്ടെന്ന് യുക്തിക്ക് തെളിയിക്കാനേ സാധ്യമല്ല. പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതോ അതാണ് മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ തോന്നുന്നു. ബോധത്തിലെ വെറും ഭ്രമം, ആകാശം ഉൾപ്പെടെ. അതുകൊണ്ടാണല്ലോ ഐൻസ്റ്റീനും മറ്റും ആകാശവും കാലവും ആകാശവും റിലേറ്റീവാണ്. ഒന്ന് ചുരുങ്ങിയാൽ മറ്റേത് ചുരുങ്ങും, ഒന്ന് വികസിച്ചാൽ മറ്റേത് വികസിക്കും. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാം, ഒന്ന് ചുരുങ്ങിയാൽ മറ്റേതും ചുരുങ്ങുമല്ലോ. രണ്ടും ചുരുങ്ങി ചുരുങ്ങി ഒരു പോയിന്റിലെത്തിയാൽ പിന്നെ എങ്ങോട്ട് ചുരുങ്ങും? ആ പോയിന്റ് ഏതാണ്? അതാണ് അബ്സല്യൂട്ട് ബോധം. രണ്ടും ചുരുങ്ങി ഒരു പോയിന്റിലെത്തിയാൽ ബോധത്തിലെത്തും. അവിടെ ഇത് രണ്ടും ഭ്രമമാണെന്ന് തെളിയും. ബോധത്തിൻ്റെ ഭ്രമം എന്താ? റിലേറ്റീവായിട്ടുള്ള സ്പേസും ടൈമും ബോധത്തിൽ നടക്കുന്ന ഗംഭീര ഭ്രമം
അതാണ് കൃഷ്ണൻ തന്നെ അർജുനനോട് പറയുന്നത്, എടോ അർജുന, ഈ ശൂന്യതയിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. പരമാത്മാവിൽ നിന്നുണ്ടാവാൻ സാധ്യമല്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിൽ എന്ത് വസ്തു ഉണ്ടാകാനാണ്? അപ്പോൾ ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന ഈ ജഡപ്രതിഭാസങ്ങളെ ചിന്തിച്ച് എന്ത് കരയാനാണല്ലോ? ഭ്രമം. അവ്യക്താദീനി ഭൂതാനി. ആ ഗീതാശ്ലോകം നോക്കുക. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഈ ശൂന്യത, ആകാശം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നു. അവ്യക്തനിധനാന്യേവ. അവ്യക്തത്തിൽ തിരിച്ചു ലയിക്കുന്നു. തത്ര കാ പരിദേവന. അർജുന, ഈ ശൂന്യതയുടെ പ്രകടമായ പ്രപഞ്ചത്തെക്കുറിച്ച് ബുദ്ധിയുള്ളവൻ നിലവിളിക്കുമോ? എൻ്റെ ഇന്നാര് മരിച്ചുപോയി, അല്ല എൻ്റെ ഇന്നാര് നഷ്ടപ്പെട്ടു, എൻ്റെ വസ്തു പോയി, എൻ്റെ കെട്ടിനകത്ത് പോയി. എടോ, പോവും വരും. ഇതൊക്കെ ഇവിടെ എന്നും നടക്കുന്നത് തന്നെ. ശൂന്യത, മായ, ഗംഭീരമായ പ്രകടനം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ പ്രകടനം. ഒരു സത്യബുദ്ധിക്ക് തൃണം ത്രിഭുവനം രാമ. വസിഷ്ഠൻ രാമനോട് പറയട്ടെ, ഇതൊരു പുൽക്കൊടിക്ക് പോലും പ്രാധാന്യം 3 ലോകത്തിനുമില്ല. ഒരു സത്യനിഷ്ഠൻ്റെ മുമ്പിൽ എന്ത് ധീരതയാണ്! ഇത് പ്രഖ്യാപിക്കാൻ ഭാരതത്തിൽ ഒരു വേദാന്തിക്കല്ലാതെ മറ്റാർക്ക് കഴിയും? മറ്റൊരുത്തർക്കും കഴിയില്ല. എന്തായാലും അവ്യക്ത പുരുഷപ്പര. പുരുഷൻ മാത്രം സത്യം. അവ്യക്തം മഹാനാത്മാവ്. ബുദ്ധി ധരിച്ചു വെക്കുക. അവ്യക്തം മുതൽ ഇങ്ങോട്ടെല്ലാം ജഡം, ഭ്രമം, ഇല്ലാത്തത്, മായ, ഉണ്ടെന്ന് തോന്നിക്കുന്നത്. ഈ പുരുഷനാണ് നമ്മൾ ഓരോരുത്തരും.